രഹസ്യം തേടി ഇന്നലെ ശ്രീഹരിക്കോട്ടയിൽ നിന്നും കുതിച്ചുയർന്ന ചന്ദ്രയാൻ 3 വിജയകരമായി മുന്നേറുകയാണ്. പേടകത്തിന്റെ ആദ്യഘട്ടം ഭ്രമണപഥം ഉയർത്തുന്ന ജോലികൾക്ക് ഇന്ന് തുടക്കമാകും. 4 ഭ്രമണപഥ മാറ്റങ്ങളാണ് ആകെ നടക്കാനുള്ളത്. ഓഗസ്റ്റ് 23-നാണ് ചരിത്രം കാത്തിരിക്കുന്ന സോഫ്റ്റ് ലാൻഡിംഗ് നടക്കുക. ഭ്രമണപഥം ഉയർത്തുന്നതോടെ പേടകവുമായുള്ള ആശയവിനിമയം ബാംഗ്ലൂരിലെ ഇസ്രോ ടെലിമെട്രോ ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക് വഴിയാകും നടക്കുക. അടുത്ത മാസം 1-ഓടെ പേടകം ഭൂമിയുടെ ഭ്രമണപഥം വിട്ട് ചന്ദ്രനിലേക്കുള്ള യാത്ര തുടങ്ങും. ഓഗസ്റ്റ് 23-ന് വൈകിട്ട് 5:47-ന് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്താനാകുമെന്നാണ് ഇസ്രോയുടെ പ്രതീക്ഷ. ഭൂമിയിൽ നിന്നും വിട്ട് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ച ശേഷം ഘട്ടം ഘട്ടമായി ചന്ദ്രയാൻ 3-ഉം ചന്ദ്രനും തമ്മിലുള്ള അകലം കുറച്ചുകൊണ്ടുവരും. ചന്ദ്രനിൽ നിന്നും 100 കിലോമീറ്റർ അകലത്തിലുള്ള ഭ്രമണപഥത്തിലെത്തിക്കഴിഞ്ഞാൽ പ്രൊപ്പൽഷൻ മൊഡ്യൂളും ലാൻഡറും തമ്മിൽ വേർപെടും. ഓഗസ്റ്റ് 17-ന് ഈ ദൗത്യം പിന്നിട്ടാൽ പിന്നെ സോഫ്റ്റ് ലാൻഡിംഗ് ആണ് നടക്കാനുള്ളത്. സോഫ്റ്റ് ലാൻഡിംഗ് വിജയകരമായാൽ ഇന്ത്യക്ക് അത് അഭിമാന നിമിഷമാകും. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയും ഉയരും. തുടർന്ന് 14 ദിവസത്തെ പര്യവേഷണമാണ് നടക്കുക. ആ 14 ദിവസം കൊണ്ട് പരമാവധി വിവരങ്ങൾ ശേഖരിക്കുകയാണ് ലക്ഷ്യം.